കോൺഗ്രസിനകത്ത് തന്നെ പിടിവലികൾ ശക്തമാണ് എന്നതാണ്. എന്തായാലും ധാരണയായിട്ടുള്ളത് 7 മന്ത്രിമാരുടെ കാര്യത്തിലാണ്. കെ.സി. വേണുഗോപാൽ പക്ഷം മുന്നോട്ട് വെച്ച 8 പേരുകളിൽ നിലവിൽ 5 പേരുടെ പേരുകൾക്കാണ് അംഗീകാരമായിട്ടുള്ളത്. അൻവർ സാദത്തിനെയോ IC ബാലകൃഷ്ണനെയോ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് ചെന്നിത്തല പക്ഷത്തിന്റെ ആവശ്യം. ശരി, സുനിൽ ഐസക് കൊണ്ട് വിവരങ്ങൾ നൽകാൻ വിനിഷ അല്ലേ? യെസ്, സുനിൽ, ഗുഡ് മോർണിംഗ്. എനിക്ക് സുനിലിനോട് ആദ്യം ചോദിക്കാനുള്ളത്, നേരത്തെ സൈഫ് പറഞ്ഞു ജില്ലകളൊന്നും പരിഗണിക്കുന്നില്ല, എങ്കിൽ പോലും ചോദിക്കുകയാണ് സുനിൽ, ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ഒരു മന്ത്രിയെ തരുമോ നിങ്ങൾ? ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് പരിഗണനാ പട്ടികയിൽ പല പേരുകളുമുണ്ട്. അതിലൊന്ന് ടി സിദ്ദിഖിന്റെ പേരാണ്. ടി സിദ്ദിഖ് അടിസ്ഥാനപരമായി വയനാട്ടിൽ നിന്നുള്ള MLA ആണെങ്കിൽ കൂടിയും അദ്ദേഹം കോഴിക്കോടുകാരനാണ്. കോഴിക്കോട് നിന്ന് 2 പേരുടെ പേരുകൾ ഇപ്പോ പരിഗണനയിലുണ്ട്. ഒന്ന് കെ ജയന്തിന്റെ പേരും മറ്റൊന്ന് പ്രവീൺ കുമാറിന്റെ പേരുമാണ്. കെ ജയന്ത് ആദ്യമായിട്ടാണ് നിയമസഭയിലേക്ക് വരുന്നത്. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പ്രവീൺ കുമാർ പക്ഷേ DCC പ്രസിഡന്റ് എന്ന നിലയിൽ കോഴിക്കോട് തിളക്കമാർന്ന വിജയം UDFന് സമ്മാനിച്ച നേതാവാണ്. അതുകൊണ്ട് പ്രവീൺ കുമാറിന്റെ പേരും സജീവമായി ഇപ്പോൾ പരിഗണനയിലുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട, എല്ലാ ജില്ലക്കാർക്കും ഞങ്ങൾ നല്ല രീതിയിൽ പരിഗണന നൽകും കേട്ടോ. ശരി, ഇനി അറിയേണ്ടത് സുനിൽ, കോൺഗ്രസിനകത്തെ തർക്കങ്ങളാണ്. കാരണം 8 പേരെ വേണമെന്ന് KC മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അൻവർ സാദത്തിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന് രമേശ് ചെന്നിത്തല ആ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 പേരെയും അനുനയിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണോ VD സതീശൻ കരുതുന്നത്? തീർച്ചയായും എനിക്ക് തോന്നുന്നത്, ദിവ്യ, ഞാൻ പറയേണ്ടിയിരുന്ന എല്ലാ കാര്യങ്ങളും സൈഫ് വളരെ വിശദമായി തന്നെ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എന്തായാലും കോൺഗ്രസിലെ ഒരു മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്ക് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാൻ തോന്നും. അതായത് ആകെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ചാണെങ്കിൽ 11 എന്നതിൽ നിന്ന് മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിസ്ഥാനങ്ങളിലേക്ക് കോൺഗ്രസ് മാറിയിട്ടുണ്ട്. അക്കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം പരമ്പരാഗതമായി 11 എന്നതായിരുന്നു പ്രധാന കക്ഷിയായ കോൺഗ്രസ് വെച്ചു പോന്നിരുന്ന എണ്ണം. പക്ഷേ അതിപ്പോൾ വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഘടക കക്ഷികൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാവും. കാരണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവരുടെ 2 മന്ത്രിസ്ഥാനം എന്ന ആവശ്യത്തിൽ പൂർണ്ണമായും ഉറച്ചു നിൽക്കുകയാണ്. അവരെ 7 MLA-മാരുണ്ട്. അവരെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമല്ല. ലീഗ് 5ാം മന്ത്രിസ്ഥാനം അതിശക്തമായി തന്നെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ കോൺഗ്രസിന്റെ 12 എന്ന സംഖ്യ 11 മാറാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി ഒഴികെ 10 മന്ത്രിമാരാണ്. അതിലേതാണ്ട് 7 മന്ത്രിമാരുടെ കാര്യത്തിൽ ഇപ്പോൾ ഏകദേശ ധാരണയായി കഴിഞ്ഞു. സണ്ണി ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, M ലിജു, ഒപ്പം K മുരളീധരൻ, രമേശ് ചെന്നിത്തല. അങ്ങനെ വരുമ്പോൾ തന്നെ 7 പേരായി. ഇനി 3 മന്ത്രിമാരുടെ മന്ത്രി സ്ഥാനങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ 3 മന്ത്രിസ്ഥാനത്തേക്ക് നിരവധി പരിഗണനകൾ വരേണ്ടതുണ്ട്. അതിലൊന്ന് വനിതാ സംവരണമാണ്. ഒരു വനിതയ്ക്ക് എന്തായാലും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കണം. അത് 2 പേരുകൾ കേൾക്കുന്നുണ്ട്. ഒന്ന് ബിന്ദു കൃഷ്ണയുടെ പേരും മറ്റത് ഷാനിമോൾ ഉസ്മാന്റെ പേരുമാണ്. 2 പേർക്കും അവരുടേതായ പ്രിവിലേജുകളുണ്ട്. പാർട്ടിയിൽ ഏറ്റവും സീനിയറായ ആളാണ് ഷാനിമോൾ ഉസ്മാൻ. ഒപ്പം അവർക്ക് ന്യൂനപക്ഷം എന്നൊരു പരിഗണന കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ വനിത, ന്യൂനപക്ഷം എന്നീ 2 പരിഗണനകൾ നൽകി ഷാനിമോളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത നമ്മൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൂടാ. ബിന്ദു കൃഷ്ണയാവട്ടെ, അവർക്ക് ഈഴവ പ്രാതിനിധ്യം എന്ന നിലയ്ക്ക് അവരെയും പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. 2 പേരും പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ്. ഇനി ഒന്ന് നാടാർ പ്രതിനിധിയാണ്. നാടാർ പ്രതിനിധിയായി N ശക്തന്റെ പേരാണ് പ്രധാനമായും മുന്നോട്ട് വരുന്നത്. പക്ഷേ ശക്തനെ സ്പീക്കർ സ്ഥാനത്തേക്ക് കൂടി പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഒന്നെങ്കിൽ നാടാർ പ്രതിനിധി എന്ന നിലയ്ക്ക് ശക്തനെ സ്പീക്കറോ മന്ത്രിയോ ആക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ലത്തീനാണ്. ലത്തീൻ പ്രാതിനിധ്യം എന്ന നിലയ്ക്ക് 2 പേരാണ് ഉള്ളത്. M വിൻസെന്റും ഒപ്പം TJ വിനോദും. അതിൽ M വിൻസെന്റിനാണ് കുറെ കൂടി സാധ്യത കൂടുതൽ. കാരണം നമുക്കറിയാം, വലിയ തിരിച്ചടികൾ കോൺഗ്രസിനുണ്ടായ കാലഘട്ടത്തിൽ പോലും കോൺഗ്രസിനെ കോവളത്ത് UDFനെ പിടിച്ചു നിർത്തിയ, ആ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടാതെ പിടിച്ചു നിർത്തിയ ആളാണ് M വിൻസെന്റ്. അതുകൊണ്ട് വിൻസെന്റിനെ പരിഗണിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ എന്തായി, 3 മന്ത്രിമാരായി. അപ്പൊ അതുകൊണ്ട് ഇനി എത്ര പേര് കൂടി പുതിയ ലിസ്റ്റിലേക്ക് വരും എന്ന ചോദ്യം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പല പേരുകളുണ്ട്. ചാണ്ടി ഉമ്മന്റെ പേര് സജീവമായി പരിഗണനയിലുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തല 2 പേരിൽ ആരെങ്കിലും ഒരാളെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ അൻവർ സാദത്തിനോ അല്ലെങ്കിൽ IC ബാലകൃഷ്ണനോ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ IC ബാലകൃഷ്ണന്റെ പേര് കുറെ കൂടി സജീവമായ പരിഗണനയിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം KC വേണുഗോപാലിന് കൂടി താല്പര്യമുള്ള പേരാണ് IC ബാലകൃഷ്ണന്റെ പേര്. അതും അതുകൊണ്ട് ആ പേരിനാണ് കുറെ കൂടി സജീവതയുള്ളത്. ഒപ്പം റോജി M ജോൺ, T സിദ്ദിഖ്,
തുടങ്ങിയ പേരുകളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ സജീവമായി മുഴങ്ങുന്നുണ്ട്. ഒപ്പം മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള ചർച്ചകളും സജീവമായി അണിയറയിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഇന്ന് 2 മണിക്ക് മുഴുവൻ മന്ത്രിമാരും വകുപ്പുകളും പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ കന്റോൺമെന്റ് ഹൗസ് കേന്ദ്രീകരിച്ച് തിരക്കിട്ട ചർച്ചകളായിരിക്കും നടക്കാൻ പോകുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ അപ്പോൾ തന്നെ പ്രേക്ഷകരെ അറിയിക്കും.